ശ്രീ പ്രിന്റു മഹാദേവിലേക്ക് വരികയാണെങ്കിൽ, ശ്രീ പ്രിന്റു, ചാവക്കാടും ഗുരുവായൂരുമായി 37 കുടുംബങ്ങൾ, അതുപോലെ മാനന്തവാടി, തലപ്പുഴ, കൽപ്പാത്തി, നൂറണി, ധോണി, ഈ സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിൽ വഖഫ് ഭീഷണി നേരിടുകയാണ്. മറ്റ് സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, മുനമ്പത്തെയും ചാവക്കാടെയും ഒക്കെ ഒരു സ്ഥിതി പരിഗണിച്ച് നോക്കുമ്പോൾ അവിടെ ഇരകളാക്കപ്പെടുന്നവർക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാടുകാരെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വഖഫിന്റെ നോട്ടീസാണ്. ആ ഭൂമിയിൽ നിന്നും, അവർ അധിവസിക്കുന്ന ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന നോട്ടീസായിരിക്കും ഒരുപക്ഷെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അവരെ കാത്തിരിക്കുന്നത്. തീർച്ചയായും ഒരു സംശയം വേണ്ട. ഓരോ ദിവസവും ഈ വഖഫ് ക്ലെയിം ചെയ്യുന്ന ഭൂമികളുടെ സ്ഥിതി വിവരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പാലക്കാടുമായി ബന്ധപ്പെട്ടിട്ട് അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള വലിയൊരു കാര്യം, ഈ രാഷ്ട്രീയ മുന്നണികൾ ചെയ്ത ഇരട്ടത്താപ്പ്, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തൽസ്ഥിതി വിവരങ്ങൾ ഇപ്പൊ ലഭ്യമല്ലാതാക്കി തീർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതവരുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട, പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം കൃത്യമായി ആർക്കൊക്കെയാണ് ഭൂമി നഷ്ടമാകുന്നത്, ആരുടെയൊക്കെയാണ് കൃഷിസ്ഥലവും വീടും നഷ്ടമാകുന്നത് ഡാറ്റ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഇനി വഖഫ് ഭൂമി കയ്യേറ്റിയതിന്റെ പേരിൽ പാവപ്പെട്ട നിരപരാധികൾ 2 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷ, നമുക്ക് വഖഫിന്റെ അമെന്റ്മെന്റ് പ്രകാരം 2 തടവ് വരെ ശിക്ഷ കിട്ടാവുന്ന രീതിയിലേക്കുള്ള ഈ പാവപ്പെട്ട ആളുകൾ പോകാൻ പോകുന്ന സാഹചര്യം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അസ്കറിനെ പോലെയുള്ള ആളുകൾക്ക് ഇത് വന്ന് ഇവർക്ക് അറിയാനിട്ടൊന്നുമില്ല. കൃത്യമായിട്ടുള്ള ഒരു സംഘടിത ന്യൂനപക്ഷത്തെ പ്രീണനത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള 2 മുന്നണികളുടെയും സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള കാര്യമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. മതേതര രാജ്യത്ത് സെക്കുലർ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് പകരം സിവിൽ നിയമങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ, ദേവസ്വവും ബ്രഹ്മസ്വത്തിനൊന്നും അങ്ങനെയുള്ള ഈ നേരത്തെ അസ്കർ പറയുന്നത് പോലെ ഈ കേരളത്തിലെ ദേവസ്വത്തിനും ബ്രഹ്മസ്വത്തിനും അങ്ങനെ അപ്രമാദിത്വമുള്ള ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യാനോ ലാൻഡ് പിടിച്ചെടുക്കാനോ ഒരു അധികാരവും ഈ കേരളത്തിലില്ല. മനസ്സിലായോ? വരും കാലങ്ങളിലെ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി കൊണ്ടും വന്ന നമ്മുടെ സിവിൽ നിയമങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അതിന് നിർവചനം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും കാലമായിട്ട് യാതൊരുവിധ സിവിൽ നിയമത്തിന്റെ പരിധിയിൽ വരാത്തൊരു കാര്യമാണ്. അതായത് പൊന്നാനിയിലെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പൊന്നാനിയിലെ ഭൂമിയിൽ എന്താണ് നടന്നതെന്ന് നമ്മൾ കണ്ടതല്ലേ? അവിടെ മസ്ജിദ് പണിയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? തീർച്ചയായും നിരവധി സ്ഥലങ്ങൾ, ആയിരക്കണക്കിന് ഏക്കർ ഭൂമി. ഇപ്പൊ നമ്മുടെ വിവാദ നായകനായിട്ടുള്ള നമ്മുടെ അൻവർ തന്നെ 100 കണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയിട്ടുണ്ട്, അൻവർ അടക്കമുള്ള ആളുകൾ. അപ്പൊ അതൊക്കെ പോട്ടെ, അപ്പൊ ബ്രഹ്മസ്വത്തെയും ദേവസ്വത്തെയും കൂട്ടിക്കഴിച്ചുകൊണ്ട് ഈ വഖഫിനെ താരതമ്യപ്പെടുത്തി ഒരു തരത്തിലും സാധിക്കില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇതിൽ നേരത്തെ തന്നെ ആരിഫ് സർ പറഞ്ഞല്ലോ, ഇതിന് കൃത്യമായിട്ട് വഖഫ് ഭൂമിക്കകത്ത് അവർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അപ്പീൽ പോകുന്നത് വഖഫിന്റെ ട്രൈബ്യൂണലാണ്, അല്ലാതെ മറ്റുള്ള നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ടോ കോടതിയിൽ അത് വരില്ല. അപ്പൊ ഏകപക്ഷീയമായിട്ടുള്ള വിധികൾ ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ മണ്ണിൽ ജീവിക്കുന്നവന്റെ അതിജീവനമാണ് നഷ്ടപ്പെടുന്നത്. രാപ്പകൽ കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ ഉണ്ടാക്കിയ വീട്, അവന്റെ ഭൂമി, അവന്റെ മണ്ണ് എല്ലാം ഒരു മത സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അവർ ക്ലെയിം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാവുന്നു. ആ കേരളത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെ കണ്ണടച്ചുകൊണ്ട് അത് സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന ഇടതു വലത് മുന്നണികൾ നിയമസഭയ്ക്കകത്ത് നമ്മൾ സഖ്യം കിട്ടും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നം, ഇതിന്റെ ഈ ഭൂമി വഖഫിന്റെ സ്വത്തിനെ കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളിലെ മൈനോറിറ്റിയിൽപ്പെട്ടുള്ള ജന്മികളായിട്ടുള്ള മത പണ്ഡിതന്മാരാണ്, മതപ്രമുഖന്മാരാണ്. സാധാരണ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അതിന്റെ ഗുണവും കിട്ടുന്നില്ല. പക്ഷെ മതത്തെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വഖഫ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫിന്റെ ഭൂമി കയ്യേറാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുള്ള പലരും ആ വിഭാഗത്തിൽ പെടുന്നതാണ്. വഖഫ് ബോർഡ് പ്രതിനിധാനം ചെയ്യുന്ന ആ മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ളവർ തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഇപ്പൊ തളിപ്പറമ്പിലായിക്കോട്ടെ, മാത്തൂരിലായിക്കോട്ടെ, കണ്ണാടിയിലായിക്കോട്ടെ, അവിടെ കുട്ടി ഒഴിപ്പിക്കാൻ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള 2 സെന്റിലും 3 സെന്റിലും ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ്. അത് മുസ്ലിം ആയതുകൊണ്ട് ഈ വഖഫ് ഒരിക്കലും അവർക്ക് യാതൊരു നിന്ന് ആ പ്രത്യേക മതവിഭാഗത്തിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് പോലും മോചനം ഉണ്ടാകാൻ ഇടയില്ല. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തന്നെ 200 പോയിന്റുകളിലാണ്, 200 സ്വത്തുക്കളിലാണ് വഖഫ് ബോർഡ് കണ്ണുവച്ചിരിക്കുന്നത്. നാളെ പാലക്കാട്ടുകാരുടെ വോട്ടിന് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയുണ്ട്. വഖഫ് പോലുള്ള കരിനിയമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒരാൾ, പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ, ഈ വഖഫിനെതിരെ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ നിയമസഭയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.